മന്നവേന്ദ്ര, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആചാര്യരെ, എന്തുണ്ടായി? അങ്ങ് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ആ തോമ മരത്തടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്റെ മഠത്തിന് തൊട്ടാണ്. അവിടെയാണ് ദേവാലയം പണിയാൻ പോകുന്നതെങ്കിൽ അങ്ങേക്ക് ഇതിലും മനോഹരമായ മഠം മറ്റൊരു സ്ഥാനത്ത് നാം പണിതു തരുന്നതാണ്. തലമുറ തലമുറയായി താമസിച്ചിരുന്നത് അവിടെയാണ്. ആ സ്ഥലം ഉപേക്ഷിച്ചാൽ പക്ഷെ നാം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാഴായി പോവാൻ പാടില്ല. എങ്കിലും ആചാര്യരെ, എത്രയോ മനുഷ്യരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആ മഹാത്മാവ് തനിയെ നിർവഹിച്ചിരിക്കുന്നു. ആ അമാനുഷിക വൈഭവം നാം അംഗീകരിക്കണം. ആ ആരാധ്യ പുരുഷന്റെ ആധ്യാത്മിക സാമീപ്യം അങ്ങേക്കും അഭിവൃദ്ധിക്കല്ലാതെ അഭിമാനക്ഷയത്തിന് ഇടവരുത്തുകയില്ലല്ലോ. രാജകൽപ്പന അനുസരിക്കാൻ നിർബന്ധിതനാണല്ലോ ഞാൻ. സഹോദരന്മാരെ, പരസ്പര സ്നേഹമൊഴികെ യാതൊരു കടപ്പാടും ആരോടും ഉണ്ടാകരുത്. കൊല്ലരുത്, കക്കരുത്, കാമത്താൽ തെറ്റരുത്, കള്ളസാക്ഷി പറയരുത്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ കൽപ്പനകളും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. ഉണ്ണാൻ കൂടുതലുള്ളവൻ വിശക്കുന്നവനെ മറക്കാതിരിക്കുക. ഉടുക്കാൻ കൂടുതലുള്ളവൻ അതില്ലാത്തവന് കൊടുക്കാൻ തുനിയുക. ഭക്ഷണത്തിലും പാനീയത്തിലുമല്ല, നീതിയിലും സമാധാനത്തിലും, സ്നേഹത്തിലും വിശ്വാസത്തിലും, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലും അത്രേ ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. വിലപിക്കുന്നവരോടൊത്ത് വിലപിക്കുവിൻ, സന്തോഷിക്കുന്നവരോടൊത്ത് സന്തോഷിക്കുവിൻ. പ്രിയേ, വിശുദ്ധ തോമായുടെ അത്ഭുത കൃത്യങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയാണ് നമ്മെ കൂടുതൽ ആകർഷിച്ചത്. ഗുരുമുഖത്ത് നിന്നും അഭ്യസിച്ചത് അതാണല്ലോ. ശരിയാണ്. മാനവ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്ത യോഗീവര്യൻ. അദ്ദേഹത്തിന്റെ കാലടികൾ പിന്തുടരാൻ നാം ആഗ്രഹിക്കുന്നു. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അതോ ഹൈന്ദവ ധർമ്മത്തിലും പുരാതനമായ മാമൂലുകളിലും മുറുകെ പിടിക്കുന്ന നിന്റെ മാതാപിതാക്കൾ അതിനനുവദിക്കുമോ എന്നാണ് നമ്മുടെ ശങ്ക. ഭാരതത്തിൽ ഒരു വനിതയ്ക്ക് മാതാപിതാക്കളല്ല, ഭർത്താവാണ് കാണപ്പെട്ട ദൈവം. അദ്ദേഹത്തിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുവാൻ അവൾക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. നാം യഥാർത്ഥത്തിൽ സുഹൃതം ചെയ്തവന്. നിന്നെ പോലൊരു പട്ടമഹർഷിയെ ലഭിച്ച ഭാഗ്യവൻ. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ഇതാ അവസാനിച്ചു.